മോട്ടറോളയുടെ മോട്ടോ G64 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് മിക്ക ഫീച്ചേഴ്സും അവർ ഒഫീഷ്യലായിട്ട് തന്നെ ടീസും ചെയ്തിട്ടുണ്ട്. അപ്പം ഫീച്ചേഴ്സും ഏകദേശം കൺഫേം ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ G64 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G64 5Gയിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക, അല്ലാന്നുണ്ടെങ്കിൽ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക എന്നുള്ള കാര്യങ്ങൾ അവർ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ മിക്കവാറും LCD ഡിസ്പ്ലേ തന്നെ ആയിരിക്കും ഇതിൽ വരിക. AMOLED ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ടീസ് ചെയ്തേനെ. അപ്പം LCD ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ സ്മാർട്ട് ഫോൺ വരിക. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരും. പഞ്ചോൾ ഡിസൈൻ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം മോട്ടോ G54 5G എന്ന ഫോണിൻ്റെ ഒരു സക്സസർ ആയിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. മോട്ടോ G54 5G ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അതേ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ആയിരിക്കും ഈ ഫോണിൽ വരിക. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കാര്യമായിട്ട് അപ്ഗ്രേഡ്സ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക 192 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.89 mm ആയിരിക്കും. IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ടീസറിൽ ഒരു ബ്ലൂ കളർ വേരിയൻറ്റും ഒരു പർപ്പിൾ കളർ വേരിയൻറ്റും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ വേരിയൻറ്റും കാണിക്കുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതും കൺഫേം ചെയ്തിട്ടുണ്ട്. MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് പുതിയൊരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ആദ്യത്തെ ഫോണായിരിക്കും മോട്ടോ G64 5G എന്ന സ്മാർട്ട് ഫോൺ. പിന്നെ മോട്ടോ G54 5G എന്ന സ്മാർട്ട് ഫോണിൽ MediaTek Dimensity 7020 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രോസസ്സറിൻ്റെ ഒരു ഓവർ ക്ലോക്ക് ചെയ്തിട്ടുള്ള വെർഷനാണ് ഈ ഒരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഭയങ്കര വലിയ അപ്ഗ്രേഡ്സ് ഒന്നും വരില്ല, എന്നാലും ഓവർ ക്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. ചെറിയൊരു അപ്ഗ്രേഡൊക്കെ തന്നെയാണ് എന്ന് പറയാം. പിന്നെ 5G സപ്പോർട്ട് വരുന്നതായിരിക്കും. 14 5G ബാൻഡ്സ് വരും. ആ ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8 GB റാമും 128 GB ഇൻറ്റേർണലും വരുന്നതായിരിക്കും. 12 GB റാമും 256 GB ഇൻറ്റേർണലും ഇതിൽ വന്നേക്കാം. അപ്പോൾ മോട്ടോ G54 5G എന്ന സ്മാർട്ട് ഫോണിലും ഇതേ വെർഷൻസാണ് വന്നിട്ടുള്ളത്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യും. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. മയോക് സോഫ്റ്റ്വെയർ ഇതിൽ വരും. പിന്നെ ഇതിൽ ഒരു കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യവും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ OSൻ്റെ സപ്പോർട്ട് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള മോട്ടോ G54 5G എന്ന ഫോണിലും ഇതുപോലെ OSൻ്റെ സപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. 16 മെഗാ സെൽഫി ക്യാമറയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. മോട്ടോ G54 5Gയിൽ ഇതുപോലുള്ള ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ തന്നെയായിരിക്കും ഈ ഒരു ഫോണിലും വരിക. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. Type C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള മോട്ടോ G54 5G എന്ന ഫോണിലും ഇതേ സെയിം ബാറ്ററി സെറ്റപ്പൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 16 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കാര്യം ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പോൾ മോട്ടോ G54 5G എന്ന ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വലിയൊരു അപ്ഗ്രേഡ് എന്ന് പറയാൻ പറ്റില്ല, വളരെ ചെറിയൊരു അപ്ഗ്രേഡാണ്. മോട്ടോ G54 5G എന്ന സ്മാർട്ട് ഫോണിൻ്റെ അതേ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ ലോഞ്ച് ചെയ്തേക്കാം. അതായത് 15,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും മോട്ടറോളയുടെ മോട്ടോ G64 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.